ഹായ് ഫ്രണ്ട്സ്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ മിഷൻ 2024 രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെയധികം എന്താ പറയുക, പരീക്ഷാ ചൂടിലേക്ക് നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ എത്തി തുടങ്ങുമെന്ന് മനസ്സിലാകുന്നു. എത്ര 30 ദിവസം അല്ലെ, 30-ാം തീയതി 30-ാം തീയതി നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ 10 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ നോട്ടിഫിക്കേഷന് മുന്നേ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഠനം എന്ത് ചെയ്യണം മക്കളെ, വളരെ കീനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു അഗ്നി ഉണ്ടല്ലോ, അതിനെ ആളി കത്തിച്ചുകൊണ്ട് തന്നെ നിൽക്കണം എന്ന് വരെ, പരീക്ഷ വരെ അങ്ങനെ നിന്നാലേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ഈ വരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണണം. മാത്രമല്ല പരീക്ഷ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ സൗജന്യ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ ആഡായിട്ടില്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും നോക്കുന്ന കോഴ്സും കൂടെ വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് പുതിയ ഗ്രൂപ്പിലേക്ക് ആഡാകാം കേട്ടോ. നിലവിലുള്ള ഗ്രൂപ്പ് എല്ലാം ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ പുതിയ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ആഡാകാൻ താല്പര്യം ഉണ്ടായിരിക്കും. അവിടെയായിരിക്കും നിങ്ങൾക്ക് ഇതിന് ആവശ്യമായ പരീക്ഷകൾ കിട്ടുന്നത്. അപ്പോൾ പരീക്ഷകൾ എഴുതിയുള്ള പ്രാക്ടീസിന് സഹകാരി റേസ് പ്ലസ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല മക്കളെ, നമ്മൾ എന്ത് പഠിച്ചാലും ശരി തന്നെ, എന്ത് പഠിച്ചാലും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളെ എത്രത്തോളം റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുവോ അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് കേട്ടോ. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എന്താണ്, ഒരു 40% അല്ലെങ്കിൽ 50%-ഓളം സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ 100% ഒരുപക്ഷെ അങ്ങനെ ആകാം. എങ്ങനെ ഗ്രേഡ് 1 ഗ്രേഡ് 2 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന ചോദ്യങ്ങളാണ് ഇപ്പോൾ PS നമുക്കായിട്ട് ഒരുക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ 1.25 മണിക്കൂർ എന്ന് പറയുന്ന പരീക്ഷ 1.5 മണിക്കൂർ, 100 ചോദ്യത്തിന് 1.5 മണിക്കൂറാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പ്രസ്താവന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഇന്ന് ബാങ്ക് ദേശസാൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിൻ്റെ അടിസ്ഥാനപരമായ ക്ലാസ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാങ്കിങ് മേഖലയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബാങ്കുകൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു, ഒരുപാട് പ്രൈവറ്റ് ബാങ്കുകൾ. അപ്പോൾ ഈ ബാങ്കുകളെല്ലാം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ അവരുടേതായ ലാഭകരമായ പ്രവൃത്തികളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രവൃത്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യപുരോഗതിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാക്കി മാറ്റണം എന്നൊരു ദീർഘവീക്ഷണത്തോടു കൂടി ഈ ബാങ്കിങ് ആക്ടിവിറ്റികൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സുപ്രധാനമായിട്ടുള്ള തീരുമാനമായിരുന്നു ബാങ്ക് നാഷണലൈസേഷൻ, അല്ലെങ്കിൽ ബാങ്കുകളുടെ ദേശസാൽക്കരണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 5 ഇയർ പ്ലാനുമായിട്ടൊക്കെ ചേർത്ത് വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് പ്രസ്താവന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ വിനോദ് സാറാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. സാറിൻ്റെ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അവസാനം സാർ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങൾ നിങ്ങളടുത്ത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഉത്തരങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം എന്ത് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പ്രസ്താവന ചോദ്യങ്ങൾ വരുന്ന പരീക്ഷ നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആകും. അത് ഗ്രൂപ്പിലേ ഉള്ളൂ മക്കളെ. അപ്പോൾ എന്ത് ചെയ്യണം, താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം പേരും സ്ഥലവും നോക്കുന്ന കോഴ്സ് മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ ഗ്രൂപ്പിലേക്കുള്ള ഇൻവൈറ്റ് ലിങ്ക് കിട്ടും കേട്ടോ. അവിടെ എത്തിയതിനു ശേഷം പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പരീക്ഷകൾ എഴുതി റിപ്പീറ്റ് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ടായിരിക്കും, ഈ കോഴ്സ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ആകാംക്ഷ ഉണ്ടായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്ത് ചെയ്യണം, ഇപ്പോഴും നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ പഠനത്തിന്റെ സ്ട്രീക്ക് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് നിറഞ്ഞ മനസ്സോടുകൂടി ബിനോദ് സാറിനെ സ്വാഗതം ചെയ്യാം. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ബാങ്ക് നാഷണലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്ക്. കൂട്ടുകാരെ, എന്താണ് ബാങ്ക് നാഷണലൈസേഷൻ? വാട്ട് ഇസ് ബാങ്ക് നാഷണലൈസേഷൻ? നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഈസ് an act of taking a bank owned by the private sector into the public ownership of a national government by purchasing 51% of its shares. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ബാങ്കുകളുടെ 51% ഓഹരി ഏറ്റെടുത്തുകൊണ്ട് അവയുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 51% ഓഹരി ഏറ്റെടുത്തുകൊണ്ട് ബാങ്കുകളുടെ എന്ത് സ്വന്തമാക്കുക? ഉടമസ്ഥ അവകാശം സ്വന്തമാക്കുക. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ബൈ ടേക്കിംഗ് 51% ഓഫ് ഇറ്റ്സ് സ്റ്റേക്സ്. ക്ലിയർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്കുകളെ ദേശസാൽക്കരിക്കുന്നത്? വൈ? What is the need for bank nationalization? What is the objective of bank nationalization? കൂട്ടുകാരെ, to facilitate social progress by streamlining the functioning of banks. സാമൂഹിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിക്കുക. I repeat, ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിക്കുക. എന്തിനു വേണ്ടി? സാമൂഹിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട്. കൂട്ടുകാരെ, ഒരു കാത്തലിക് സിറിയൻ ബാങ്ക്, അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ബാങ്ക്, ഒരു പ്രൈവറ്റ് ബാങ്ക്, എൻ്റെ ബാങ്കിൻ്റെ അടുത്ത് വന്ന് സർക്കാർ പറയുകയാണ്, നിങ്ങൾ വരാൻ പോകുന്ന സാമ്പത്തിക വർഷം നിങ്ങൾ ഒരു 30% ബ്രാഞ്ചുകൾ ഗ്രാമീണ മേഖലകളിൽ തുടങ്ങണം. ഞാൻ തുടങ്ങുമോ? കൂട്ടുകാരെ, എന്നെ സംബന്ധിച്ച് നഷ്ടമാണ്, നഷ്ടക്കച്ചവടമാണ് ഗ്രാമീണ മേഖലകളിൽ പോയി ഒരു ബാങ്ക് തുടങ്ങുക എന്ന് പറയുന്നത്. പക്ഷേ കൂട്ടുകാരെ ശ്രദ്ധിക്കുക, എന്നോട് പറയാണ്, ഞാനൊരു സ്വകാര്യ ബാങ്കിന്റെ ഉടമയാണ്, എന്നോട് സർക്കാർ പറയുകയാണെങ്കിൽ ഞാൻ പോയി തുടങ്ങില്ല. നേരെ മറിച്ച് ഈ പറയുന്ന ബാങ്കിന്റെ ഉടമ സർക്കാർ തന്നെ ആണെങ്കിൽ, സർക്കാർ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അവരെന്ത് ചെയ്യും? പാലിക്കും. കാരണം
ഈ പറയുന്ന ബാങ്കിന്റെ ഉടമ ആരായതുകൊണ്ട്? സർക്കാർ ആയതുകൊണ്ട്. അതൊന്ന്. മറ്റൊരു ഉദാഹരണം പറയാണ്, ഞാനൊരു സ്വകാര്യ ബാങ്കിന്റെ ഉടമയാണ്, എന്നോട് പറയാണ് വരാൻ പോകുന്ന സാമ്പത്തിക വർഷം നിങ്ങൾ ഒരു 30% ലോണുകൾ ഈ പറയുന്ന കാർഷിക മേഖലയ്ക്ക് കൊടുക്കണം, സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് വേണ്ടി കൊടുക്കണം. കൂട്ടുകാരെ, സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് വേണ്ടി ലോൺ കൊടുക്കുക, അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് ലോൺ കൊടുക്കുന്നത് കൈപൊള്ളുന്നൊരു ഏരിയയാണ്, നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പറയപ്പെടുന്ന ബാങ്കിന്റെ ഉടമ സർക്കാർ തന്നെയാണെങ്കിലോ, ഈ ഒരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചാൽ തീർച്ചയായിട്ടും അത് അനുസരിക്കും. അപ്പോൾ എന്തിനാണ് ബാങ്കുകളെ ദേശസാൽക്കരിക്കുന്നത്, അവയുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ അവയുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചുകൊണ്ട് സാമൂഹിക പുരോഗതി എന്ത് ചെയ്യുക, സാധ്യമാക്കുക. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗായ്സ്. അടുത്തത് ബാങ്ക് നാഷണലൈസേഷന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി നാഷണലൈസ് ചെയ്യപ്പെട്ട ബാങ്ക്, നിലവിൽ 12 പൊതുമേഖലാ ബാങ്കുകളുണ്ട്. അതിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്ക് SBI. എന്നാൽ ഞാൻ പറഞ്ഞത് 12 പൊതുമേഖലാ ബാങ്കുകളിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ടത് SBI. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്ക് എന്ന് ചോദിച്ചാൽ, സിമ്പിളായിട്ട് ചോദിച്ചാൽ ഉത്തരം ഒരു സംശയം വേണ്ട, RBI തന്നെയാണ്. കൂട്ടുകാരെ, RBI എന്നാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്? 1949 ജനുവരി 1. അപ്പോൾ 1949 ജനുവരി 1 RBI വാസ് നാഷണലൈസ്ഡ്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റാണ്, RBI വാസ് അപ്പോയിന്റഡ് ആസ് എ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെട്ടു. കൂട്ടുകാരെ, ആരാണ് ആ സമയത്ത് RBI ഗവർണർ ആയിരുന്നത്? വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക, ആ സമയത്ത് RBI ഗവർണർ ആയിരുന്ന വ്യക്തി CD ദേശ്മുഖാണ്. ആരാണ്? CD ദേശ്മുഖ്. കൂട്ടുകാരെ, 49 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാകുന്നു. ആക്ച്വലി ആ സമയത്ത് അതിന്റെ പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ഐ റിപ്പീറ്റ്, ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. കൂട്ടുകാരെ, ബാങ്കിങ് കമ്പനീസ് ആക്ട് പിന്നീട് 1966 മാത്രമാണ് എന്തായി മാറുന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയി മാറുന്നത്. ഐ റിപ്പീറ്റ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന നിയമമാണ്. ഈ നിയമം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ഓക്കെ, ഇത് പിന്നീട് എന്നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്? 1966 മാത്രമാണ്. ഇനി ഈ നിയമം, ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന പ്രസ്തുത നിയമം രാജ്യത്ത് നിലവിൽ വരുന്നത് 1949 മാർച്ച് മാസം 16 ഈ നിയമം പാസ്സാവുന്നത് 49 മാർച്ച് മാസം 10 കൂട്ടുകാരെ, ഒരു ബാങ്ക് എങ്ങനെ പ്രവർത്തിക്കണം? ഈ പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 5B എന്താണ്? സെക്ഷൻ 5B എങ്ങനെ? സെക്ഷൻ 5B ഒരു ബാങ്കിന്റെ പ്രവർത്തനത്തെ നിർവചിക്കുന്നു. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ഐ റിപ്പീറ്റ്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ഇതാണ് ഒരു ബാങ്കിന്റെ ധർമ്മം എന്ന് ഈ ബാങ്കുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിർവചിക്കുന്നു. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാവുന്നത് 1949 മാർച്ച് 10 നിലവിൽ വരുന്നത് 49 മാർച്ച് 16 ഇത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ഇത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന പേര് സ്വീകരിക്കുന്നത് 66 മാത്രമാണ്. കൂട്ടുകാരെ, 55 ജൂലൈ 1 SBI ദേശസാൽക്കരിക്കപ്പെടുന്നു. കൂട്ടുകാരെ, ഇമ്പീരിയൽ ബാങ്ക് എന്നായിരുന്നു അത് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഇമ്പീരിയൽ ബാങ്ക് ടേക്സ് ദ നെയിം വാട്ട്? SBI എന്ന പേര് ഇമ്പീരിയൽ ബാങ്ക് സ്വീകരിക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 49 ജനുവരി 1 RBI ദേശസാൽക്കരിക്കപ്പെടുന്നു. RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെടുന്നു. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാവുന്നു 49. ഇത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ബാങ്കിങ് കമ്പനീസ് ആക്ട് 1966 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. കൂട്ടുകാരെ, ഈ ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ്സാവുന്നത് 1949 മാർച്ച് 10 നിലവിൽ വരുന്നത് 1949 മാർച്ച് 16 ഈ നിയമത്തിലെ സെക്ഷൻ 5B ആണ് ഒരു ബാങ്കിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ സെക്ഷൻ 5B ആണ് ഒരു ബാങ്കിന്റെ പ്രവർത്തനത്തെ നിർവചിക്കുന്നത്. ഒരു ബാങ്ക് എങ്ങനെ പ്രവർത്തിക്കണം? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ഇങ്ങനെയാണ് ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഒരു ധനകാര്യ സ്ഥാപനത്തെ ഒരു ബാങ്കിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് സെക്ഷൻ 5B ആണ്. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്നു, അത് കൃത്യമായി കരുതൽ ധനം ബാക്കി വെച്ചിട്ട് ആവശ്യക്കാർക്ക് ലോണായി കൊടുക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. CD ദേശ്മുഖ്, അതായത്
43 മുതൽ 49 ജൂലൈ വരെ RBI ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് CD ദേശ്മുഖ്. കൂട്ടുകാരെ, ഈ പറയുന്ന RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെടുമ്പോഴും RBI ദേശസാൽക്കരിക്കപ്പെടുമ്പോഴും RBI ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ആര്? CD ദേശ്മുഖ്. ഹി വാസ് ദ ഗവർണർ ഫ്രം 1943 ടു 1949 ജൂലൈ. 1943 മുതൽ 49 ജൂലൈ വരെ RBI ഗവർണർ എന്ന വ്യക്തിയാണ് അദ്ദേഹം. RBIയുടെ മൂന്നാമത്തെ ഗവർണർ, ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം RBI ഗവർണർ, ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണർ. ഇദ്ദേഹമാണ് RK ഷൺമുഖം ചെട്ടിയോടൊപ്പം 44-ൽ ബ്രട്ടൺ വുഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഹി along with RK ഷൺമുഖം ചെട്ടി participated at the 1944 ബ്രട്ടൺ വുഡ് കോൺഫറൻസ്. 1944 ബ്രട്ടൺ വുഡ് സമ്മേളനത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? RK ഷൺമുഖം ചെട്ടിയോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. RBI ഗവർണർ when India became independent, ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ RBI ഗവർണർ എന്ന വ്യക്തി he was the first person to become Union Finance Minister after becoming RBI ഗവർണർ. RBI ഗവർണർ ആയതിനു ശേഷം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി തുടങ്ങിയ വിശേഷണങ്ങൾ ആർക്കർ അർഹമാണ്? CD ദേശ്മുഖിന്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാകുമ്പോഴും ആര് തന്നെയാണ് RBI ഗവർണർ? CD ദേശ്മുഖ് തന്നെയാണ്. അപ്പോൾ CD ദേശ്മുഖിന്റെ പ്രത്യേകതകൾ: ഹി വാസ് ദ ഗവർണർ ഡ്യൂറിംഗ് RBI was nationalized. RBI ദേശസാൽക്കരിക്കപ്പെടുമ്പോഴും RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെടുമ്പോഴും RBI ഗവർണർ ആയിരുന്നത് CD ദേശ്മുഖാണ്. കൂട്ടുകാരെ, RBIയുടെ മൂന്നാമത്തെ ഗവർണർ ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ 43 മുതൽ 49 ജൂലൈ വരെ RBI ഗവർണർ ആയിരുന്ന വ്യക്തി. ഹി along with RK ഷൺമുഖം ചെട്ടി, RK ഷൺമുഖം ചെട്ടിയോടൊപ്പം 44 ബ്രട്ടൺ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തി. RBI ഗവർണർ when India became independent, ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ RBI ഗവർണർ ആയിരുന്ന വ്യക്തി. He was the first person to become Union Finance Minister after becoming RBI ഗവർണർ. RBI ഗവർണർ ആയതിനു ശേഷം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, the development of the banking sector can be divided into 3 phases. During the phase 1, the first phase lasted from 1770 to 1969. കൂട്ടുകാരെ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ മുതൽ 1969 ബാങ്ക് നാഷണലൈസേഷന് തൊട്ട് മുൻപ് വരെയുള്ള ഭാഗമാണ് ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്. Then the nationalization phase from 1969 onwards, it lasted until 1991. 1969 മുതൽ 91 വരെയുള്ള കാലയളവ്, രണ്ടാമത്തെ കാലയളവ്. Then the liberalization or banking sector reform phase that started in 1991 to flourish until the date. കൂട്ടുകാരെ, ശ്രദ്ധിക്കാമോ? ബാങ്കുകളുടെ പ്രവർത്തനത്തെ 3 കാലയളവിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തെ 3 ഫേസുകളെ നമ്മൾ വേർതിരിച്ചാൽ 1770 മുതൽ 1969 വരെയുള്ള ഒരു കാലയളവ്, 1969 മുതൽ 91 വരെയുള്ള രണ്ടാമത്തെ ദേശസാൽക്കരണത്തിന്റെ കാലയളവ്, മൂന്നാമത്തേത് ഉദാരവൽക്കരണത്തിന്റെയും ബാങ്കിങ് സെക്ടർ റിഫോംസിന്റെയും മൂന്നാമത്തെ കാലയളവ് ആഫ്റ്റർ 1991 അല്ലെങ്കിൽ പോസ്റ്റ് 1991. കൂട്ടുകാരെ, ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. RBI ദേശസാൽക്കരിക്കപ്പെട്ടു 49 ജനുവരി 1-ന്. RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെട്ടു 49-ല്. CD ദേശ്മുഖ് ആയിരുന്നു RBI ഗവർണർ ആയിരുന്ന വ്യക്തി. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാവുന്നു 1949-ല്. ഓക്കെ, ഫൈൻ. അടുത്തത് SBIയിലേക്ക് വരുമ്പോൾ 12 പൊതുമേഖലാ ബാങ്കുകളിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്ക് SBI ആണ്. SBI വാസ് ദ ഫസ്റ്റ് ബാങ്ക് ടു ഗെറ്റ് നാഷണലൈസ്ഡ്. നമുക്ക് പറയാം 12 പൊതുമേഖലാ ബാങ്കുകളിൽ ആദ്യമായി ദേശസാൽക്കരിക്കപ്പെട്ടത് SBI ആണ്. SBI എന്നാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്? 1955 ജൂലൈ 1-ലാണ്. കൂട്ടുകാരെ, അന്ന് SBI എന്ന പേര് സ്വീകരിക്കുന്നു. അതിനു മുമ്പ് അത് അറിയപ്പെട്ടിരുന്നത് ഇമ്പീരിയൽ ബാങ്ക് എന്നായിരുന്നു. ഐ റിപ്പീറ്റ്, ഇമ്പീരിയൽ ബാങ്ക് വാസ് റീനെയിംഡ് ആസ് SBI. ദ ഫൗണ്ടർ ചെയർമാൻ ഓഫ് SBIയുടെ ഫൗണ്ടർ ചെയർമാനായി വന്ന വ്യക്തി ജോൺ മത്തായി ആണ്. എന്നാൽ SBIയുടെ ഫസ്റ്റ് വുമൺ ചെയർമാൻ, ആദ്യത്തെ വനിതാ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അരുന്ധതി ഭട്ടാചാര്യ. ആരാണ്? അരുന്ധതി ഭട്ടാചാര്യ. ഇനി നിലവിലെ പ്രസന്റ് ചെയർമാൻ ഓഫ് SBI ചോദിച്ചാൽ ദിനേശ് കുമാർ ഖാര. ഐ റിപ്പീറ്റ്, ദിനേശ് കുമാർ ഖാര. ഒന്നുറക്കെ പറയാമോ? ദിനേശ് കുമാർ ഖാര. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. അടുത്തത് SBIയുടെ ആദ്യകാല പേര്, ദ ഫസ്റ്റ് നെയിം ഓഫ് SBI. ബിയോണ്ട് അല്ലെങ്കിൽ ഇമ്പീരിയൽ ബാങ്കിന് മുമ്പും SBI ഉണ്ടായിരുന്നു. SBIയുടെ ആദ്യകാല പേര് ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്നാണ്. 1806 ജൂൺ 2-നാണ് ബാങ്ക് ഓഫ് കൊൽക്കത്ത സ്ഥാപിതമാകുന്നത്. ഇത് പിന്നീട് 1809 ജനുവരി മാസം 2-ാം തീയതി ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നു. കൂട്ടുകാരെ, 1809 ജനുവരി 2-ലെ ബാങ്ക് ഓഫ് ബംഗാളും 1840 ഏപ്രിൽ 15-ലെ ബാങ്ക് ഓഫ് ബോംബെയും 1843 ജൂലൈ 1-ലെ ബാങ്ക് ഓഫ് മദ്രാസും ചേർന്ന്
1921 ജനുവരി 27-നാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. ഇതാണ് പിന്നീട് 55 ജൂലൈ 1-ന് എന്തായി മാറുന്നത്? SBI ആയി മാറുന്നത്. അപ്പോൾ SBIയുടെ ആദ്യകാല പേര്, ദ ഫസ്റ്റ് നെയിം, അല്ലെങ്കിൽ ഏർലിയർ ബിയോണ്ട് ഇമ്പീരിയൽ ബാങ്കിന് മുമ്പും SBI ഉണ്ടായിരുന്നു. അന്ന് അത് അറിയപ്പെട്ടിരുന്ന പേര് ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്നായിരുന്നു. ബാങ്ക് ഓഫ് കൊൽക്കത്ത was founded in 1806 ജൂൺ 2, 1706 ജൂൺ 2-നാണ് നിലവിൽ വരുന്നത്. ഇത് പിന്നീട് ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നു 1809 ജനുവരി 2-ന്. 1809 ജനുവരി 2-ലെ ബാങ്ക് ഓഫ് ബംഗാളും 1840 ഏപ്രിൽ 15-ലെ ബാങ്ക് ഓഫ് ബോംബെയും 1843 ജൂലൈ 1-ലെ ബാങ്ക് ഓഫ് മദ്രാസും ചേർന്ന് 1921 ജനുവരി 27-ന് ഇമ്പീരിയൽ ബാങ്ക് സ്ഥാപിതമാകുന്നു. ഇതാണ് പിന്നീട് 55 ജൂലൈ 1-ന് SBI ആയി മാറുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് 1920-ലെ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഐ റിപ്പീറ്റ്, 20-ലെ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇത് സ്ഥാപിതമാകുന്നത്. പ്രത്യേകം ഓർക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇമ്പീരിയൽ ബാങ്കിന് പേര് കൊടുത്തത് JM കീൻസ് ആയിരുന്നു. കൂട്ടുകാരെ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നത്, RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ചുമതല ഏൽക്കുന്നത് വരെ കേന്ദ്ര ബാങ്കിന്റെ ചുമതല നിർവഹിച്ചിരുന്ന ബാങ്ക് ആയിരുന്നു ഇമ്പീരിയൽ ബാങ്ക്. അപ്പോൾ RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന ചുമതല ഏറ്റെടുക്കുന്നത് വരെ കേന്ദ്ര ബാങ്കിന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന ബാങ്ക് ആയിരുന്നു ഏത്? ഇമ്പീരിയൽ ബാങ്ക്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അങ്ങനെയെങ്കിൽ ഇത് എന്ത് കാരണം കൊണ്ടാണ് SBI ആയി മാറുന്നത്, അഥവാ ഇമ്പീരിയൽ ബാങ്ക് എന്ത് കാരണം കൊണ്ടാണ് ദേശസാൽക്കരിക്കപ്പെടുന്നത്? 1951-ൽ ഗ്രാമീണ മേഖലകളിലെ വായ്പ ലഭ്യതയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ AD ഗോർവാള അധ്യക്ഷനായ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെ നിയമിക്കുന്നു. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഈ സർവേ കമ്മിറ്റി ഗ്രാമീണ മേഖലയിലെ വായ്പാ ലഭ്യതയെക്കുറിച്ച് പഠനം നടത്തുന്നു. ഗ്രാമീണ മേഖലയിൽ വായ്പാ സൗകര്യം എത്തുന്നില്ല എന്നൊരു നിഗമനം അവർ നടത്തുന്നു. ഈ വായ്പാ സൗകര്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൊള്ളാവുന്ന ചില ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം സർക്കാർ ഏറ്റെടുക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് SBI 55 ജൂലൈ 1-ന് ദേശസാൽക്കരിക്കപ്പെടുന്നത്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇമ്പീരിയൽ ബാങ്ക് 21 ജനുവരി 27-ന് സ്ഥാപിതമായി. ഇത് വരാൻ കാരണമായ നിയമം 20-ലെ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇതിന് പേര് കൊടുത്തത് JM കീൻസ് ആണ്. ആദ്യകാലത്ത് കേന്ദ്ര ബാങ്കിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ചിലത് നിർവഹിച്ചിരുന്ന ബാങ്കാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. കൂട്ടുകാരെ, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ SBI മാറാനുള്ള കാരണം 51-ൽ AD ഗോർവാൾ അധ്യക്ഷനായ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ശുപാർശയായിരുന്നു. ഈ കമ്മിറ്റിയുടെ 54-ലെ ശുപാർശ പ്രകാരമാണ് SBI എന്ത് ചെയ്യപ്പെടുന്നത്? ദേശസാൽക്കരിക്കപ്പെടുന്നത്. ഗ്രാമീണ മേഖലയിലെ വായ്പാ ലഭ്യതയെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഇത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗായ്സ്. അടുത്തത് ബാങ്ക് നാഷണലൈസേഷന്റെ ഫേസിലേക്ക് നമ്മൾ പോകുന്നു. അതിനു മുമ്പ് ഈ കണ്ട കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി കണ്ടുവരാം. കൂട്ടുകാരെ, ഇവിടെ തൊട്ട് നമുക്ക് കാണാം, RBI 49 ജനുവരി 1-ന് ദേശസാൽക്കരിക്കപ്പെടുന്നു. RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെടുന്നു. RBI ദേശസാൽക്കരിക്കപ്പെടുമ്പോഴും RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അവരോധിക്കപ്പെടുമ്പോഴും ഇന്ത്യയുടെ ശ്രദ്ധിക്കണേ RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അവരോധിക്കപ്പെടുമ്പോഴും RBI ദേശസാൽക്കരിക്കപ്പെടുമ്പോഴും RBI ഗവർണറായി വന്ന വ്യക്തിയാണ് CD ദേശ്മുഖ്. കൂടാതെ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാവുന്നു 49-ൽ. ആദ്യകാലത്ത് അത് അറിയപ്പെട്ടിരുന്നത് ബാങ്കിംഗ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ബാങ്കിംഗ് കമ്പനീസ് ആക്ട് 1966-ലാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് എന്ന പേര് സ്വീകരിക്കുന്നത്. കൂട്ടുകാരെ, ഈ നിയമം നിലവിൽ വരുന്നത് 49 മാർച്ച് 10-നും ഈ നിയമം പാസ്സാവുന്നത് 49 മാർച്ച് 10-നും നിലവിൽ വരുന്നത് 1949 മാർച്ച് 16-നുമാണ്. ഈ നിയമത്തിലെ സെക്ഷൻ 5B ആണ് ഒരു ധനകാര്യ സ്ഥാപനത്തെ ബാങ്ക് എന്നതിൽ നിന്നും വേർതിരിക്കുന്നത്. ഒരു ബാങ്ക് ആയിരിക്കണമെങ്കിൽ സെക്ഷൻ 5B ഇങ്ങനെയാണ് നിർവചിക്കുന്നത്: ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നു, ആ തുക കരുതൽ ധനമായി കുറച്ച് തുക മാറ്റിവെച്ചതിന് ശേഷം ബാക്കി തുക പരിപൂർണമായും ആവശ്യക്കാർക്ക് ലോണായി കൊടുക്കുന്നു. കൂട്ടുകാരെ, അതാണ് ഒരു ബാങ്കിന്റെ ധർമ്മമെന്ന് സെക്ഷൻ 5B ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നിർവചിക്കുന്നു. ഈ നിയമം പാസ്സാകുന്ന സമയത്തും RBI ഗവർണർ CD ദേശ്മുഖ് തന്നെയാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം
നമ്മൾ SBIയിലേക്ക് വന്നു. SBI ദേശസാൽക്കരിക്കപ്പെടുന്ന 55 ജൂലൈ 1-നാണ്. SBI അതിനു മുമ്പ് അറിയപ്പെട്ടിരുന്നത് ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്നാണ്. ആദ്യകാലത്ത് അറിയപ്പെടുന്നത് ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്നാണ്. SBI തൊട്ടു മുമ്പ് അറിയപ്പെടുന്നത് ഇമ്പീരിയൽ ബാങ്ക് എന്നായിരുന്നു. ബാങ്ക് ഓഫ് കൊൽക്കത്ത 1806 ജൂൺ 2-നാണ് സ്ഥാപിതമാകുന്നത്. ഇത് 1809 ജനുവരി 2-ന് ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നു. 1809 ജനുവരി 2-ൽ സ്ഥാപിതമാകുന്ന ബാങ്ക് ഓഫ് ബംഗാളും 1840 ഏപ്രിൽ 15-ലെ ബാങ്ക് ഓഫ് ബോംബെയും 1843 ജൂലൈ 1-ലെ ബാങ്ക് ഓഫ് മദ്രാസും ചേർന്ന് 1921 ജനുവരി 27-ന് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നു. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇതിന് പേര് കൊടുത്തത് JM കീൻസ് ആണ്. ആദ്യകാലത്ത് കേന്ദ്ര ബാങ്കിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ചിലത് RBI വരുന്നത് വരെ ഇത് നിർവഹിച്ചിരുന്നു. കൂട്ടുകാരെ, ഇത് 51 AD ഗോർവാള അധ്യക്ഷനായ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം SBI ആയി മാറുന്നു, അഥവാ ഇതിനെ ദേശസാൽക്കരിക്കുന്നു. ഗ്രാമീണ മേഖലയിലെ വായ്പാ ലഭ്യതയെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ 54-ലെ ശുപാർശ പ്രകാരമാണ് SBI ദേശസാൽക്കരിക്കപ്പെടുന്നത്. കൂട്ടുകാരെ, ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ആരാണ്? ദ ബാങ്ക് നാഷണലൈസേഷൻ ഇൻ ഇന്ത്യ വാസ് ഡൺ ബൈ നൺ അതർ ദാൻ ഇന്ദിരാഗാന്ധി. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ബാങ്ക് ദേശസാൽക്കരണത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി പാസാക്കിയെടുത്ത നിയമമാണ് ബാങ്കിംഗ് കമ്പനീസ് അക്വസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1969. ഐ റിപ്പീറ്റ്, ബാങ്ക് നാഷണലൈസേഷന് വേണ്ടി ഇന്ദിരാഗാന്ധി പാസാക്കിയെടുത്ത നിയമമാണ് ബാങ്കിംഗ് കമ്പനീസ് അക്വസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1969. കൂട്ടുകാരെ, ബാങ്കുകൾ സ്വകാര്യ വ്യക്തികളുടേതായിരുന്നു. സ്വകാര്യ വ്യക്തികൾ വെച്ചനുഭവിക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു അവ. അവരുടെ കയ്യിൽ നിന്നും നിർബന്ധപൂർവ്വം അത് പിടിച്ചെടുക്കണമെങ്കിൽ ഒരു നിയമം നിർമ്മിച്ചേ മതിയാവൂ. ആദ്യകാലത്ത് ഇത് ഒരു ഓർഡിനൻസ് എന്ന നിലയിലാണ് കൊണ്ടുവന്നത്. പിന്നീട് മുൻകാല പ്രാബല്യത്തോടെ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുകയായിരുന്നു. കൂട്ടുകാരി, നിയമം അറിയപ്പെടുന്ന പേര് ബാങ്കിംഗ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1969 എന്നാണ്. ആദ്യഘട്ടത്തിൽ, അതായത് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ് on 19 July 1969, Indira Gandhi nationalized 14 banks with a share capital of rupees 50 crore. 50 കോടി രൂപ മൂലധനമുള്ള 14 ബാങ്കുകളെ ഇന്ദിരാഗാന്ധി ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, 50 കോടി രൂപ മൂലധനമുള്ള 14 ബാങ്കുകളെ ഇന്ദിരാഗാന്ധി 1969 ജൂലൈ 19-നാണ് ദേശസാൽക്കരിക്കുന്നത്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്ന സമയത്ത് രാഷ്ട്രപതി VV ഗിരിയും RBI ഗവർണർ LK ജായുമാണ്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 69 ജൂലൈ 19-നാണ്. കൂട്ടുകാരെ, ഏത് പഞ്ചവത്സര പരിധി കാലയളവിലാണ് എന്ന് ചോദിച്ചാൽ 4-ാം പഞ്ചവത്സര പരിധി. അപ്പോൾ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി VV ഗിരി, RBI ഗവർണർ LK ജാ. പഞ്ചവത്സര പരിധി 4-ാം പഞ്ചവത്സര പരിധി. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിക്കപ്പെട്ട 14 ബാങ്കുകൾ, കൂട്ടുകാരെ, തിരുവനന്തപുരം ജില്ലയിലെ ലീഡ് ബാങ്കായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിൽ ലീഡ് ബാങ്കായി പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക്. കൂട്ടുകാരെ, ബിസിനസ് വോളിയം നോക്കിയാൽ ഇന്ത്യയിൽ 2-ാം സ്ഥാനത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്ക്. ബിസിനസ് വോളിയം നോക്കിയാൽ നിലവിൽ ഇന്ത്യയിൽ 3-ാം സ്ഥാനത്തുള്ള ബാങ്ക് ഓഫ് ബറോഡ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, എനിക്ക് അക്കൗണ്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ, കൂടെ പറയാൻ സാധിക്കുന്ന ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, മമ്മിക്ക് അക്കൗണ്ടുള്ള ഇന്ത്യൻ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദീന ബാങ്കും സിൻഡിക്കേറ്റ് ബാങ്കും, യൂണിയൻ ബാങ്കും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും, യൂക്കോ ബാങ്കും അലഹബാദ് ബാങ്കും, ഇവയെല്ലാം ഈ ഘട്ടത്തിൽ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളാണ്. ഐ റിപ്പീറ്റ്, ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദീന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവസാനം യൂക്കോ ബാങ്ക്, അലഹബാദ് ബാങ്ക്. ഇനി 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം എന്ന് നടന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയതും ഇന്ദിരാഗാന്ധി തന്നെയാണ്. 1980 ഏപ്രിൽ 15-ന് 1980 ഏപ്രിൽ 15-ന് ഇന്ദിരാഗാന്ധി 200 കോടി രൂപ മൂലധനമുള്ള 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ഐ റിപ്പീറ്റ്, 1980 ഏപ്രിൽ 15-ന് ഇന്ദിരാഗാന്ധി 200 കോടി രൂപ മൂലധനമുള്ള 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം എന്ന് നടന്നു? 1969 ജൂലൈ 19 നടന്നു. 2-ാം ഘട്ടം എന്ന് നടന്നു? 1980 ഏപ്രിൽ 15 നടന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക,
During the second phase, the Prime Minister was Ms. Indira Gandhi. Indira Gandhi ആയിരുന്നു പ്രധാനമന്ത്രി. കൂട്ടുകാരെ, during the second phase, the Financial Minister was R. Venkataraman. ആരായിരുന്നു രാഷ്ട്രപതി എന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡി. RBI ഗവർണർ ആരെ എന്ന് ചോദിച്ചാൽ IB പട്ടേൽ ആയിരുന്നു. പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ 6ാം പഞ്ചവത്സര പദ്ധതി. കൂടാതെ രണ്ടാം ഘട്ടം നടക്കുമ്പോഴും ഒന്നാം ഘട്ടം നടക്കുമ്പോഴും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഒന്നാം ഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു വരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി R. വെങ്കിട്ടരാമനാണ്. ഒന്നാം ഘട്ടത്തിൽ രാഷ്ട്രപതി VV ഗിരിയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഒന്നാം ഘട്ടത്തിൽ RBI ഗവർണർ LK ജായ് ആണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ IG പട്ടേലാണ്. ഒന്നാം ഘട്ടം നടക്കുന്നത് 4ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണെങ്കിൽ രണ്ടാം ഘട്ടം നടക്കുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം സമയത്ത് ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളാണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, വിജയ ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, കോർപ്പറേഷൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, വിജയ ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, കോർപ്പറേഷൻ ബാങ്ക്, അവസാനം ആന്ധ്ര ബാങ്ക്. കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ? ഇത്തരം കാര്യങ്ങൾ ഒന്നും കൂടി. രണ്ട് ഘട്ട ബാങ്ക് ദേശസാൽക്കരണവും രണ്ടാം ഘട്ടവും ഒന്നാം ഘട്ടവും നടത്തിയത് ആരാണ്? ഇന്ദിരാഗാന്ധി. The act passed for bank nationalization, banking companies acquisition and transfer of property act. ആദ്യമായി ഇതൊരു ഓർഡിനൻസ് എന്ന നിലയിലാണ് കൊണ്ടുവന്നത്. പിന്നീട് പാർലമെന്റ് മുൻകാല പ്രാബല്യത്തോടുകൂടി ഈ നിയമം പാസ്സാക്കുകയായിരുന്നു. ഒന്നാം ഘട്ടം നടന്നത് 69 ജൂലൈ 19 അന്ന് 50 കോടി രൂപ മൂലധനമുള്ള 14 ബാങ്കുകളെയാണ് ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചത്. കൂട്ടുകാരെ, ഒന്നാം ഘട്ടം നടക്കുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധി, പഞ്ചവത്സര പദ്ധതി 4, RBI ഗവർണർ LK ജാ, രാഷ്ട്രപതിയാണെങ്കിൽ VV ഗിരി. പ്രധാനപ്പെട്ട ബാങ്കുകൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദീന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവസാനം അലഹബാദ് ബാങ്ക്. രണ്ടാം ഘട്ടം 80 ഏപ്രിൽ 15 ഇന്ദിരാഗാന്ധി 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. 200 കോടി രൂപ മൂലധനമുള്ള 6 ബാങ്കുകളെ. രണ്ടാം ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി, ധനകാര്യ വകുപ്പ് മന്ത്രി R. വെങ്കിട്ടരാമൻ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി, RBI ഗവർണർ IG പട്ടേൽ. പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ 6ാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം ഘട്ടത്തിൽ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, വിജയ ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, കോർപ്പറേഷൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്. എന്തൊക്കെയായിരുന്നു ബാങ്ക് ദേശസാൽക്കരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ? ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു ബാങ്ക് നാഷണലൈസേഷൻ വേർ? നമുക്കത് പരിചയപ്പെടാം. ഒന്നാമത്തെ കാരണം, മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സ് ഇൻ ഇന്ത്യ വെർ അർബൻ സെൻട്രിക്. അവർ ഗ്രാമീണ മേഖലയിൽ അല്ലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. പിന്നെവിടെ? അർബൻ സെൻട്രിക്. അവർ നഗര കേന്ദ്രീകൃതമായിരുന്നു. ലെൻഡിങ് ഓൺലി ടു ഇൻഫ്ലുവൻഷ്യൽ ഇൻഡിവിജ്വൽസ് ആൻഡ് ലാർജ് കോർപ്പറേഷൻ. വൻകിട കമ്പനികൾക്കും സ്വാധീനമുള്ള വ്യക്തികൾക്കും മാത്രമായിരുന്നു ആദ്യകാലത്ത് ഇന്ത്യയിലെ ബാങ്കുകൾ ലോൺ കൊടുത്തിരുന്നത്. In 1950, the banking sector in India as a whole was disbursing only 2.3% of its loans to agriculture. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അധിവസിക്കുന്ന കാർഷിക മേഖലയിൽ ബാങ്കിംഗ് മേഖല ലോൺ കൊടുത്തിരുന്നത് വെറും 2.3%. അതായത് അവരാകെ 100 കോടി രൂപ ലോൺ കൊടുക്കുമെങ്കിൽ അതിൽ വെറും 2,30,00,000 മാത്രമാണ് കാർഷിക മേഖലയ്ക്ക് കൊടുത്തിരുന്നത് എന്ന് സാരം. 67 ആകുമ്പോഴേക്കും ഈ 2.3% എന്നത് 2.2% കുറയുകയാണ് ചെയ്തത്. ഐ റിപ്പീറ്റ്, നഗര കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചിരുന്ന ഈ ബാങ്കുകൾ കാർഷിക മേഖലയും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും അപ്പാടെ തഴഞ്ഞു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, സ്വാഭാവികമായി ബാങ്കിങ് സർവീസസ് were not available to the majority of people in India. സ്വാഭാവികമായി അവരാരെ ആശ്രയിക്കും? അവർ പ്രൈവറ്റ് മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കും. അത് എന്തിലേക്ക് നയിക്കും? അവരുടെ ചൂഷണത്തിലേക്ക് നയിക്കും. സ്വാഭാവികമായി കർഷക ആത്മഹത്യ പോലുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ഉടലെടുക്കും. കൂട്ടുകാരെ, ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ പറയുന്ന ദാരിദ്ര്യത്തിൽ തുടരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മെച്ചപ്പെട്ട ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കാത്തത് തന്നെയാണ്. ഒരു തർക്കവും ഇതില്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ
could not raise the standard of living or lift themselves out of poverty due to lack of access to loans at low interest rate. സ്വന്തം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോ, കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ, സ്വന്തം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോ, മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനോ, എന്തിനും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനോ ഈ സാധാരണക്കാർക്ക് സാധിച്ചിരുന്നില്ല. കാരണം കുറഞ്ഞ പലിശ നിരക്കിൽ അവർക്ക് വായ്പ ലഭ്യമായിരുന്നില്ല. കൂട്ടുകാരൻ 4% പലിശ നിരക്കിൽ, അതായത് 133 പൈസ നിരക്കിൽ കിട്ടുന്ന വായ്പ എവിടെ കിടക്കുന്നു? 100-ന് 5 രൂപ അല്ലെങ്കിൽ 110 രൂപ പലിശ നിരക്കിൽ വായ്പ കിട്ടുന്നത് എവിടെ കിടക്കുന്നു? കൂട്ടുകാരെ, 133 പൈസ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 ലക്ഷം രൂപ 4% പലിശ നിരക്കിൽ ലഭിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബാങ്കുകൾ കൊടുക്കുന്ന 4% പലിശ നിരക്കിൽ കർഷകർക്ക് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു വർഷം അവർ അടയ്ക്കേണ്ട പലിശ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് 4/100 into 1 lakh. നിങ്ങൾക്കറിയാം, ഒരു 4000 രൂപയാണ് അവർ അടയ്ക്കേണ്ടി വരുന്നത് അല്ലേ? 4000 രൂപ, വെറും 4000 രൂപ. നേരെ മറിച്ച് 105 രൂപയ്ക്കും 10 രൂപയ്ക്കും 105 രൂപയാണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് 60%, 60%. അത് എത്രയാണെന്ന് നോക്കാം കൂട്ടുകാരെ. 60% എന്ന് പറയുന്നത് 60/100 into 1 lakh. അത് എത്രയാണ് നമുക്ക് നോക്കാം. എത്ര? 60 followed by 1 2 3. എത്ര? 60,000 രൂപ. കൂട്ടുകാരെ, 4,000 രൂപ പലിശ എവിടെ കിടക്കുന്നു? 60,000 രൂപ പലിശ എവിടെ കിടക്കുന്നു? 105 രൂപ നിരക്കിൽ കിട്ടുകയാണ് എങ്കിൽ നമ്മളതിനെ ഇൻട്രസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബിക്കം 60%. 60% പലിശ നിരക്കിലാണ് 105 രൂപ എന്ന് പറയുമ്പോൾ 60% പലിശ നിരക്കിലാണ്. ഈ പലിശ നിരക്കിൽ വായ്പ എടുത്ത് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ഒരു വർഷം പലിശ അടയ്ക്കേണ്ടി വരുന്നത് 60,000 റുപ്പീസ് ആണ്. അത് എവിടെ കിടക്കുന്നു? 4,000 രൂപ എവിടെ കിടക്കുന്നു? ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ല. ഞാൻ 105 രൂപ 60% എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് പറഞ്ഞത്. സാധാരണ 110 രൂപ, ദാറ്റ് മീൻസ് 120%, ദാറ്റ് മീൻസ് 1,20,000. ഇതാണ് അവർ കൊടുക്കേണ്ടി വരുന്ന പലിശ നിരക്ക്. അതെവിടെ കിടക്കുന്നു? 4,000 എവിടെ കിടക്കുന്നു? അവരെങ്ങനെ ദാരിദ്ര്യത്തിന്റെ കാണാച്ചരട് പൊട്ടിച്ച് മാറ്റി ജീവിതത്തിൽ മുന്നേറി വരും? ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിറ്റ്വീൻ 1950 and 1967, 361 bank out of 477 were failed. കൂട്ടുകാരെ, 477 ബാങ്കുകൾ പ്രവർത്തിച്ചിരുന്നതിൽ 361 ബാങ്കുകളും ഈ പറയുന്ന 67-നും 50-നും ഇടയിൽ പൊട്ടിപ്പോകുന്നു. 1950-ൽ 477 ബാങ്കുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ 1967 ആകുമ്പോഴേക്കും 361 ബാങ്കുകളും തകർന്ന് തരിപ്പണമാകുന്നു. കൂട്ടുകാരെ, തകർന്ന് തരിപ്പണമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ തകർന്ന 361 ബാങ്കുകളിലും ജനങ്ങളുടെ നിക്ഷേപം ഉണ്ടായിരുന്നു. ആ നിക്ഷേപം ഗോവിന്ദ. ദാറ്റ് മീൻസ് they lost the money. They lost the faith in banking sector. അവർക്ക് ആ പണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ബാങ്കിങ് മേഖലയിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസം ഇല്ലാണ്ടായി. They lost the faith in banking sector. This has dimmed the savings and investment potential in India. കൂട്ടുകാരെ, ഇനി പണം കിട്ടിയാൽ നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി പണം ഇടുവോ? ഇല്ല. അപ്പോൾ ഇന്ത്യയിലെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ ഇത് സാരമായി ബാധിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല 1969 വരെ ഇന്ത്യയിലെ ഭൂരിഭാഗം ബാങ്കുകളും പ്രവർത്തിച്ചിരുന്നത് യൂണിറ്റ് ബാങ്ക് എന്ന നിലയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബാങ്ക് നാഷണലൈസേഷനിലേക്ക് നയിച്ച ഘടകങ്ങൾ? മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സ് വെയർ അർബൻ സെൻട്രിക്. അത് ഗ്രാമീണ മേഖലയിലല്ല, നഗര മേഖലയിലാണ് കേന്ദ്രീകരിച്ചിരുന്നത്. അവർ വായ്പ കൊടുത്തിരുന്നത് വലിയ വ്യവസായശാലകൾക്കും സ്വാധീനമുള്ള വ്യക്തികൾക്കും മാത്രമായിരുന്നു. 50-ൽ ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖല കാർഷിക മേഖലയ്ക്ക് ലോൺ കൊടുത്തിരുന്നത് വെറും 2.3%. 67 ആകുമ്പോഴേക്കും അത് 2.2% കുറയുകയാണ് ചെയ്തത്. കൂട്ടുകാരെ, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും, അതായത് കർഷകർക്കും ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമായിരുന്നില്ല. അവർ സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിച്ചിരുന്നു. അവർ ചൂഷണത്തിന് വിധേയരായിരുന്നു. അവർക്ക് ജീവിതത്തിൽ പൊങ്ങി വരാൻ സാധിച്ചിരുന്നില്ല. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കുഡ് നോട്ട് റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, കുഡ് നോട്ട് ലിഫ്റ്റ് ദംസെൽസ് ഫ്രം ദ പോവർട്ടി. അവർക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സാധിച്ചില്ല.
അവർ മിക്കവരും 1,00,000 രൂപ വായ്പ എടുത്താൽ 60,000 രൂപയും 1,20,000 രൂപയും പലിശ കൊടുത്ത് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. 4,000 രൂപയ്ക്ക് ലഭിക്കുന്ന വായ്പ, 4,000 രൂപ പലിശയ്ക്ക് ലഭിക്കുന്ന വായ്പ അവർക്ക് കിട്ടുന്നില്ല. 1950-ൽ 477 ബാങ്കുകൾ ഉണ്ടായിരുന്നതിൽ ഈ പറയുന്ന 67 ആകുമ്പോഴേക്കും 361 ബാങ്കുകളും തകർന്ന് തരിപ്പണമാകുന്നു. That means people lost their money. People lost their faith in the banking sector. ഇത് ഇന്ത്യയിലെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ നശിപ്പിച്ചു, ഇല്ലാണ്ടാക്കി, കുറച്ചു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇന്ത്യയിലെ ഭൂരിഭാഗം ബാങ്കുകളും പ്രവർത്തിച്ചിരുന്നത് യൂണിറ്റ് ബാങ്ക് എന്ന നിലയിലായിരുന്നു. എന്താണ് കൂട്ടുകാരെ യൂണിറ്റ് ബാങ്ക്? യൂണിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ these types of private bank operate only in the place of origin and the associate cities. See, അത് എവിടെയാണോ തുടങ്ങുന്നത് അവിടെ മാത്രം പ്രവർത്തിക്കുന്നു. ഏറി മറിഞ്ഞാൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും നഗരങ്ങളിലേ തുടങ്ങുള്ളൂ, അത് അവിടെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ചിലപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലത്തും കൂടെ കാണാം, ബ്രാഞ്ചുകളില്ല. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ 1-2 ബ്രാഞ്ച്, അല്ലാതെ SBIക്ക് ഉള്ളതുപോലെ കാനറ ബാങ്കിനുള്ളതുപോലെ നാട് നീളെ ഇന്ത്യ ഒട്ടാകെ ബ്രാഞ്ചൊന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം, യൂണിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എവിടെയാണോ തുടങ്ങുന്നത് അവിടെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ദീസ് ടൈപ്സ് ഓഫ് പ്രൈവറ്റ് ബാങ്ക്സ് ഓപ്പറേറ്റ് ഓൺലി ഇൻ ദ പ്ലേസ് ഓഫ് ഓറിജിൻ. അതെവിടെയാണോ ആരംഭിക്കുന്നത് അവിടെ മാത്രം പ്രവർത്തിക്കുന്നുള്ളൂ. എന്നാൽ ബ്രാഞ്ച് ബാങ്കിന്റെ പ്രത്യേകത എന്താണ്? രാജ്യമൊട്ടാകെ പ്രവർത്തിക്കുന്നു, രാജ്യമൊട്ടാകെ വ്യാപിപ്പിച്ച് അതെന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. Such private banks provide loans only to large industrial enterprises and influential individuals. കൂട്ടുകാരെ, ഞാനൊരു പ്രൈവറ്റ് ബാങ്ക് തുടങ്ങി, കാഞ്ഞിരകുളം ജംഗ്ഷനിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തമ്പാനൂരോ തുടങ്ങി. ഞാൻ ആർക്കാണ് ലോൺ കൊടുക്കുന്നത്? എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള, സ്വാധീനമുള്ള വ്യക്തികൾക്കും വലിയ വ്യവസായശാലകൾക്കും മാത്രം. എന്നാൽ ബ്രാഞ്ച് ബാങ്കിങ് അങ്ങനെയല്ല. വ്യവസായശാലകൾക്കും കൂടുതൽ വ്യക്തികൾക്കും എന്ത് കൊടുക്കും? ലോൺ കൊടുക്കും. അതിൽ കർഷകരും ഉൾപ്പെടും. കാരണം രാജ്യമൊട്ടാകെ ബ്രാഞ്ചുകൾ വ്യാപിപ്പിച്ചത് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നുണ്ട്. കൂട്ടുകാരെ, അടുത്ത ചോദ്യം, യൂണിറ്റ് ബാങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി, പ്രകൃതി ദുരന്തം, വിള നാശം, അല്ലേ, ഈ പറഞ്ഞതുപോലെ കൊറോണ പോലെയുള്ള എന്തെങ്കിലും സർക്കംസ്റ്റാൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ലോണിന്റെ തിരിച്ചടവിനെ അത് ബാധിച്ചാൽ അവരുടെ സാമ്പത്തിക നില, ആ യൂണിറ്റ് ബാങ്ക് പ്രവർത്തിക്കുന്ന മേഖലയിലെ വ്യക്തികളുടെ സാമ്പത്തിക നില ഏതെങ്കിലും കാരണം കൊണ്ട് തകരാറിലായാൽ സ്വാഭാവികമായും അവരുടെ ലോൺ തിരിച്ചടവ് മുടങ്ങും, ബാങ്ക് പൊട്ടിപ്പോവും, തകർന്ന് തരിപ്പണമാവും. പക്ഷേ ബ്രാഞ്ച് ബാങ്കിങ്ങിൽ ഇത്തരം കുഴപ്പങ്ങളില്ല. ഈ പ്രകൃതി ദുരന്തമോ വിളനാശമോ പകർച്ചവ്യാധിയോ ഉണ്ടായായി ഈ പറയുന്ന ജനങ്ങളുടെ സാമ്പത്തിക നില തകരാറിലായി അവർ തിരിച്ചടയ്ക്കാതിരുന്നാൽ പോലും അത് it will be confined to certain branches only. അല്ലാതെ എല്ലാ ബ്രാഞ്ചുകളെയും ഒരുമിച്ച് ബാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാട്ടാക്കടയിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തമ്പാനൂരിലുള്ള ഒരു ബാങ്കിന് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൻ്റെ ഏരിയയിൽ മാത്രമാണ് ഈ പ്രശ്നമെങ്കിൽ ആ ബാങ്കിനെ മാത്രം, ആ ബ്രാഞ്ചിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കാനറ ബാങ്കിൻ്റെ കാട്ടാക്കട ബ്രാഞ്ച് അല്ലെങ്കിൽ കാനറ ബാങ്കിന്റെ തമ്പാനൂർ ബ്രാഞ്ചിൽ മാത്രമാണ് ഈ ജനങ്ങളുടെ ഈ ലോൺ തിരിച്ചടവ് ശേഷി മുടങ്ങിയത് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട്. പക്ഷേ കാനറ ബാങ്കിന്റെ മറ്റു ബ്രാഞ്ചുകൾക്ക് ഒന്നും എന്തുണ്ടാകില്ല, ഒരു കുഴപ്പം ഉണ്ടാകില്ല. കൂട്ടുകാരെ, ചില ബ്രാഞ്ചുകൾ തകർന്നാലും ബാങ്ക് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നില്ല, തകരുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ യൂണിറ്റ് ബാങ്ക് അപ്പാടെ തകർന്ന് തരിപ്പണമാകുന്നു. അവസാനമായി കൂട്ടുകാരെ, ഇഫ് സം ബാങ്ക്സ് റിമെയിൻ ഓൺലി ആസ് ലോൺ സെന്റേഴ്സ്, ചില ബാങ്കുകൾ ലോൺ സെന്ററായി മാത്രം പ്രവർത്തിക്കുകയാണ്. അതായത് അവിടെ ആരും നിക്ഷേപിക്കാൻ വരുന്നില്ല, എല്ലാവർക്കും ലോൺ മാത്രം മതി. അങ്ങനെ ഒരു ബാങ്കിന് പ്രവർത്തിക്കാൻ പറ്റുമോ? കൂട്ടുകാരെ, ജനങ്ങൾ തരുന്ന നിക്ഷേപങ്ങളിൽ നിന്നല്ലേ ലോൺ കൊടുക്കുന്നത്. പക്ഷെ നിക്ഷേപം വരുന്നില്ല, ലോണിന് ആവശ്യക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ നിക്ഷേപത്തിന് വേണ്ടി ആരും ബാങ്കിലേക്ക് വരുന്നില്ല. നിക്ഷേപമില്ല, ഡിപ്പോസിറ്റ് ഇല്ല, ലോൺ മാത്രം മതി. അങ്ങനെ ഒരു ബാങ്കിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതുപോലെ തന്നെ നിക്ഷേപം ധാരാളമുണ്ട്, ആർക്കും ലോൺ വേണ്ട. ദാറ്റ് മീൻസ് ഡിപ്പോസിറ്റ് സെന്റർ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രദേശത്ത് കൂടുതലും NRIs ഉള്ള ഒരു നഗരത്തിൽ ഒരു യൂണിറ്റ് ബാങ്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ആൾക്കും എന്ത് വേണ്ട? ലോൺ ആവശ്യമില്ല. എല്ലാവർക്കും എന്ത് മതി? ഡിപ്പോസിറ്റ് ചെയ്താൽ മതി. കൂട്ടുകാരെ, ഡിപ്പോസിറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ബാങ്ക് പ്രവർത്തിക്കേണ്ടത്, ലാഭം ഉണ്ടാക്കേണ്ടത്? ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് കുറച്ച് തുക കരുതൽ ധനമായി നീക്കി വെച്ച് ബാക്കി തുക ആവശ്യക്കാർക്ക് എന്ത് കൊടുക്കണം? ലോണായി കൊടുക്കണം. അങ്ങനെ ലോൺ കൊടുത്ത് പലിശ നിരക്കിന് കൊടുത്ത് ആ പലിശ നിരക്ക് എടുത്ത് എന്ത് വേണം എന്ത് ചെയ്യാനായിട്ട്? ഈ പറയുന്ന നിക്ഷേപകർക്ക് പലിശ കൊടുത്തിട്ട് ബാക്കി പൈസ എടുത്ത് ലാഭം ഉണ്ടാക്കാനായിട്ട്. കൂട്ടുകാരെ, ഈ ഡിപ്പോസിറ്റ് മാത്രം വന്നുകൊണ്ടിരുന്ന ലോണിന് ആവശ്യക്കാരില്ലെങ്കിൽ ആ ബാങ്ക് പൂട്ടിപ്പോവും. അപ്പോൾ ഒരു കാരണവശാലും ഒരു ലോൺ സെന്റർ മാത്രമായി, ഒരു ഡിപ്പോസിറ്റ് സെന്റർ മാത്രമായി ഒരു ബാങ്കിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ലോൺ വേണ്ട, ഡിപ്പോസിറ്റ് മാത്രം മതി, ആ ബാങ്ക് പൊട്ടിപ്പോവും.
ഡിപ്പോസിറ്റ് വേണ്ട, ഞങ്ങൾക്ക് ലോൺ മാത്രം മതി, ആ ബാങ്ക് പൊട്ടിപ്പോവും. പക്ഷേ ബ്രാഞ്ച് ബാങ്കിന് അത്തരത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല. കൂട്ടുകാരെ, കാട്ടാക്കട ബ്രാഞ്ച് ഒരു പക്ഷേ ലോൺ സെന്റർ ആയിരിക്കും, പക്ഷേ തമ്പാനൂർ ബ്രാഞ്ച് എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ ഡിപ്പോസിറ്റ് സെന്റർ ആയിരിക്കും. അപ്പോൾ ഡിപ്പോസിറ്റ് സെന്ററായ തമ്പാനിൽ നിന്ന് ഡിപ്പോസിറ്റ് വലിച്ച് കാട്ടാക്കടയിലുള്ളവർക്ക് എന്ത് കൊടുക്കും? ലോൺ കൊടുക്കും. ക്ലിയർ ആണ്. ഇവിടെ നിന്ന് പലിശ എടുത്ത് അങ്ങോട്ട് എന്ത് ചെയ്യും? പലിശ അടയ്ക്കും. കൂട്ടുകാരെ, അപ്പോൾ 1967 വരെ ഇന്ത്യയിലെ ഭൂരിഭാഗം ബാങ്കുകളും യൂണിറ്റ് ബാങ്കുകളായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. യൂണിറ്റ് ബാങ്കിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് എവിടെയാണ് ആരംഭിക്കുന്നത് അവിടെ മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ. ബ്രാഞ്ച് ബാങ്കിങ് ആണെങ്കിലോ രാജ്യമൊട്ടാകെ വ്യാപിപ്പിച്ച് പ്രവർത്തിക്കുന്നു. യൂണിറ്റ് ബാങ്കിന്റെ മറ്റൊരു പ്രത്യേകത, അത് സ്വാധീനമുള്ള വ്യക്തികൾക്ക് മാത്രം ലോൺ കൊടുക്കാൻ പരിശ്രമിക്കുന്നു. ബ്രാഞ്ച് ബാങ്കിങ്ങോ കൂടുതൽ വ്യക്തികൾക്ക് ലോൺ കൊടുക്കാൻ പരിശ്രമിക്കുന്നു. എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ വിളനാശം, പകർച്ചവ്യാധി, ജനങ്ങളുടെ സാമ്പത്തിക നില ബുദ്ധിമുട്ടിലായാൽ അവരുടെ തിരിച്ചടവ് മുടങ്ങും, യൂണിറ്റ് ബാങ്ക് തകരാറിലാവും. എന്നാൽ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയാലും അത് ചില പ്രദേശങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ചില ബ്രാഞ്ചുകളെ മാത്രമായി ബാധിക്കുകയും ചെയ്യുന്നു. അല്ലാതെ ബാങ്കിനെ മൊത്തത്തിൽ അത് ബാധിക്കുകയോ തകർക്കുകയോ ചെയ്യുന്നില്ല. കൂട്ടുകാരെ, ചില ബാങ്കുകൾ ലോൺ സെന്റർ മാത്രമായോ ഡിപ്പോസിറ്റ് സെന്റർ മാത്രമായോ തുടരുകയാണെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടാവും. ആ ബാങ്ക് യൂണിറ്റ് ബാങ്ക് ആണെങ്കിൽ പ്രത്യേകിച്ചും തകർന്നു തരിപ്പണമാവും. പക്ഷേ ഇത്തരത്തിൽ ഒരു യൂണിറ്റ് ബാങ്കാണ്, ഒരു ബ്രാഞ്ച്, കാനറ ബാങ്കിന്റെ കാട്ടാക്കട ബ്രാഞ്ച് ലോൺ സെന്റർ ആണ്, കാനറ ബാങ്കിന്റെ തമ്പാനൂർ ബ്രാഞ്ച് ഡിപ്പോസിറ്റ് സെന്റർ ആണ്. കുഴപ്പമില്ല. ഡിപ്പോസിറ്റ് സെന്ററിൽ നിന്ന് ഡിപ്പോസിറ്റ് വലിച്ച് ലോൺ സെന്ററിലേക്ക് എന്ത് കൊടുക്കും? ലോൺ കൊടുക്കും. തിരിച്ച് പലിശ എടുത്ത് ഡെപ്പോസിറ്റുകാർക്ക് പലിശയും കൊടുക്കും. ഒരു വിഷയമുള്ള കാര്യമല്ല. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ദ ഒബ്ജക്റ്റീവ് ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ വാസ് പ്യുവർലി ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു ബാങ്ക് ദേശീയവൽക്കരണത്തിന്റെ ലക്ഷ്യം. ശരിയാണോ? തെറ്റാണത്. The first phase of banking development in India lasted from 1770 to 1969. ശരിയാണ്. First phase from 1770 to 1969. The liberalization phase of banking sector started in 1981. അത് തെറ്റാണ്. 1991 മുതലാണ് അത് ആരംഭിക്കുന്നത്. That means 2 മാത്രമാണ് ശരി. അല്ലെ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കൂട്ടുകാരെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Which of the following statement is correct? RBI was nationalized in 1955. No. RBI was nationalized in 1949. ഒന്ന് തെറ്റാണ്. RBI is the Central Bank of India. Yes, definitely. Banking Regulation Act was passed in 1945. Not at all. 1949. That means ഇതിൽ ശരിയായിട്ടുള്ളത് 2 only. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കൂടാതെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Which of the following statement are correct? Unit banks primarily lend to large industries and influential people. Yes. ലാർജ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ. യൂണിറ്റ് ബാങ്ക് അവർക്കാണ് കൂടുതൽ ലോൺ കൊടുക്കാൻ പരിശ്രമിക്കുന്നത്. നാച്ചുറൽ കലാമിറ്റീസ് ഡു നോട്ട് അഫക്ട് യൂണിറ്റ് ബാങ്ക്സ് ബിക്കോസ് ദേ ആർ സ്പ്രെഡ് ഔട്ട്. സോറി, ബ്രാഞ്ച് ബാങ്കിങ് ആണ് സ്പ്രെഡ് ഔട്ട് ആയിരിക്കുന്നത്, കൂടുതൽ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നത്. അവരെയാണ് ഇത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ബാധിക്കുന്നത് കുറവായിരിക്കുന്നത്. എന്നാൽ യൂണിറ്റ് ബാങ്കുകളെ ഇത്തരം നാച്ചുറൽ കലാമിറ്റീസ് വളരെ സിവിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യും? ബാധിക്കും. അപ്പോൾ 2 തെറ്റാണ്. ബാങ്ക് ഓഫ് കൊൽക്കത്ത കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1810. അതും തെറ്റാണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളത് 1 മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത് എന്താണ്? Which system was followed by most of the private banks in India before nationalization? Global banking, branch banking, unit banking, cooperative banking. ഒരു സംശയം വേണ്ട, യൂണിറ്റ് ബാങ്കിങ്. അടുത്തത് എന്താണ് കൂട്ടുകാരെ? Which of the following statement is correct? Branch banking in India focuses only on urban areas. The nationalization phase of banking in India ended in 1990. See, first statement എന്ന് പറയുന്നത് branch banking in India focuses only on urban areas. Wrong. Unit banking was focusing on urban areas. The nationalization phase of banking in India ended in 1995. No, 1991. അപ്പോൾ 2 തെറ്റാണ്, 1 തെറ്റാണ്. ബ്രാഞ്ച് ബാങ്കിങ് ഹാസ് മെയ്ഡ് ബാങ്കിങ് സർവീസസ് അവൈലബിൾ ടു മോർ പീപ്പിൾ ഇൻ ഇന്ത്യ. ഓഫ് കോഴ്സ്, ദാറ്റ് ഈസ് റൈറ്റ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഉത്തരം. ദാറ്റ് മീൻസ് ബി ഓൺലി. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Which of the following statement is not true? After nationalization, branch banking became widespread in India. Yeah, right. Branch banking systems are more resilient to regional economic downturns than unit banking. See, പ്രാദേശികമായ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാകുകയാണെങ്കിൽ ഇത് കൂടുതൽ ബാധിക്കുന്നത് യൂണിറ്റ് ബാങ്കുകളെ ആയിരിക്കും. ബ്രാഞ്ച് ബാങ്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുമെന്നാണ് പറയുന്നത്. ആർ മോർ റെസിലിയന്റ് ടു റീജിയണൽ എക്കണോമിക് ഡൗൺ ടേൺസ് ദാൻ യൂണിറ്റ് ബാങ്കിങ്. അബ്സല്യൂട്ട്ലി റൈറ്റ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ദ തേർഡ് ഫേസ് ഓഫ് ബാങ്കിങ് ഡെവലപ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ 1991. റൈറ്റ്. ദാറ്റ് മീൻസ് ഓർ നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം ശരിയാണ്, തെറ്റായിട്ടുള്ളതൊന്നുമില്ല.
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്തത് എന്താണ് കൂട്ടുകാരെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. Between 1950 and 1967, only a few private banks collapsed in India. കുറച്ച് പ്രൈവറ്റ് ബാങ്കുകൾ മാത്രമേ തകർന്നിട്ടുള്ളൂ. തെറ്റ്. 361 ബാങ്കുകൾ തകർന്നുപോയി. One of the reasons why people remain in poverty in India is lack of access to low interest loans. Yeah, right. That is right. Unit banking operates in many countries such as USA. യൂണിറ്റ് ബാങ്കിന്റെ കേന്ദ്രം അറിയപ്പെടുന്ന രാജ്യം USA തന്നെയാണ്. That means ഇതിൽ തെറ്റായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. That means option D, one only. കൂടാതെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following statement is correct? Before nationalization, banking services were easily available to the majority of Indian population. Wrong. From 1950 to 1967, the percentage of bank loans to agriculture declined. That is right. That is right. The primary reason for nationalization was the success of private banks. Wrong. Was the failure of what? Private banks. അപ്പോൾ ഇതിൽ എന്താണ് ശരിയായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്ന് നോക്കുമ്പോൾ രണ്ട് മാത്രമാണ് ശരി. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി, 2 only. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? വീണ്ടും തെറ്റായിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. Between 50 and 67, only a few private banks were collapsed in India. Wrong. Majority collapsed. One of the reasons why people remain in poverty in India is lack of access to low interest loan. ശരിയാണ്, ശരിയായിട്ടുള്ളതാണ്. Objective of bank nationalization to enable social progress by regularizing the functioning of banks to enable social progress. അതായത് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹിക പുരോഗതി സാധ്യമാക്കുക, ബാങ്കുകളുടെ പ്രവർത്തനത്തെ ക്രമീകരിച്ചുകൊണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ശരിയായിട്ടുള്ളത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ വാസ് ടു streamline the functioning of banks to help social progress. Of course, right. Before nationalization, most private banks in India were rural oriented. Wrong. In 1950, the percentage of loans given by banks to the agriculture sector was more than 5%. Wrong. 2.3%. ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. That means C, 1 only. കൂട്ടുകാരെ, next question. By which of the following statement is correct? By the 1960, all private banks in India were nationalized. Wrong. Nationalization of the RBI is a part of wider move to bring major banks under the government control. ശരിയാണ്. കൊള്ളാവുന്ന ബാങ്കുകളെ ഗവൺമെന്റ് നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയൊരു നീക്കമാണ്. രണ്ട് ശരിയാണ്. The Banking Companies Act 1969 was enacted to deregulate the banking sector. Sorry. The Banking Companies Act 1969. വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. ഈ നിയമത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ഇനാക്റ്റഡ് ടു റെഗുലേറ്റ് ദ ബാങ്കിങ് സെക്ടർ, നോട്ട് ടു ഡീറെഗുലേറ്റ് ദ ബാങ്കിങ് സെക്ടർ. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിച്ചാൽ 2 only. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, 2 only. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Which of the following statement is not true? Indira was the Prime Minister and Finance Minister during the first phase of bank nationalization. Of course, right. The first phase of bank nationalization took place on 19 July 1969 and 14 banks were nationalized. That is also right. The first phase of bank nationalization was during the first phase, the president was Fakhruddin Ali Ahmad. Wrong. During the first phase, the president was V.V. Giri. That means 1 and 2 are right. 1 and 2 means option B is the right answer. ഓപ്ഷൻ ഓക്കെ, തെറ്റായിട്ടുള്ളതാണ്. തെറ്റായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഏത് മാത്രമാണ്? 3 only. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ ഇസ് യുവർ റൈറ്റ് ആൻസർ. ശരിയായിട്ടുള്ളതാണെങ്കിൽ 1 and 2. കൂടാതെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ദ ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് വാസ് പാസ്ഡ് ഇൻ 1975 for bank nationalization. No, was passed in 1969. Syndicate Bank was one of the nationalized banks in the first phase of nationalization. Right. അപ്പോൾ ഒന്ന് തെറ്റാണ്, രണ്ട് ശരിയാണ്. കാനറ ബാങ്ക് വാസ് നാഷണലൈസ്ഡ് ഓൺ 15th April 1980. ശരിയായിട്ടുള്ളത് രണ്ട് മാത്രമാണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ഈസ് യുവർ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് by 1950 what percentage of credit was given to agriculture by the banking sector in India? Just 2.3%. Okay, next question. What is the main reason behind the move for bank nationalization in India? Expansion of branches, collapse of many private banks, profit from interest rate as a part of RBI's monetary policy. The answer will be collapse of many private banks. കൂട്ടുകാരെ, next question.
Find the right statement below. The first public sector bank in India was Punjab National Bank. Sorry, the first public sector bank in India, SBI probably. SBI your answer. SBI is your answer. So, first statement is wrong. RBI was nationalized in 1949. Right. RBI governor with the first phase bank nationalization was IG Patel. That is right. No, IG Patel രണ്ടാമത്തെ ഫേസിലാണ്. ഫസ്റ്റ് ഫേസിൽ LK Jaya ആണ്. അപ്പോൾ 1, 3 തെറ്റാണ്, 2 ശരിയാണ്. കാനറ ബാങ്ക് വാസ് നാഷണലൈസ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ്. ദാറ്റ് ഈസ് 2 and 4 ആർ കറക്റ്റ്. That means your answer will be option D. And the question, find the correct statement from below. John Mathai was the chairman when SBI was nationalized. Yes, SBI ദേശസാൽക്കരിക്കുമ്പോൾ ജോൺ മത്തി ആയിരുന്നു ചെയർമാൻ. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് വാസ് പാസ്ഡ് ഫോർ ബാങ്ക് നാഷണലൈസേഷൻ. റോങ്. ബാങ്കിംഗ് കമ്പനീസ് Acquisition and Transfer of Property Act was passed for bank nationalization. That means 1 is right, 2 is wrong. The reason behind India's survival of the global recession was because of the existence of unit banking system in India. Wrong. Wrong. ഇന്ത്യ എന്തുകൊണ്ട് ലോക സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ബ്രാഞ്ച് ബാങ്കിങ് ആയതുകൊണ്ടാണ് എന്ന് വെച്ചാൽ 1 ശരിയാണ്, 2 തെറ്റാണ്, 3 തെറ്റാണ്. ബാങ്ക് ഓഫ് ബറോഡ വാസ് നാഷണലൈസ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ. ദാറ്റ് മീൻസ് 1 and 4 are correct. Option C is your right answer. കൂട്ടുകാരെ, ക്ലാസ് വ്യക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.